സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിപണിയിലെത്തിക്കാൻ വൻകിട മദ്യ കമ്പനികൾക്ക് വാതിൽ തുറന്നിട്ട് സർക്കാർ. പഴവർഗ്ഗങ്ങളിൽ നിന്നും ലഹരി പാനീയം ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു വീര്യം കുറഞ്ഞ മദ്യ വിൽപ്പനയ്ക്ക് സർക്കാർ തീരുമാനിച്ചത്. തൊഴിലവസരം സൃഷ്ടിക്കാൻ തദ്ദേശീയമായി വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം. ധാന്യങ്ങളൊഴികെ പഴവർഗ്ഗങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുമെന്നായിരുന്നു എക്സൈസ് മന്ത്രിയുടെ പ്രഖ്യാപനം. കാർഷിക മേഖലയിലെ പുരോഗതിയും തൊഴിലവസരങ്ങളുമാണ് നേട്ടമായെന്ന് സർക്കാർ ചൂണ്ടിക്കാണിച്ചത്. മദ്യം വിപണിയിൽ ഇറക്കാൻ എക്സൈസ് നയത്തിലും മാറ്റങ്ങൾ വരുത്തി. എക്സൈസിന്റെ മേൽനോട്ടത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കാനായിരുന്നു തീരുമാനം. എല്ലാം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങി. വീര്യം കുറഞ്ഞ മദ്യം വിപണിയിലെത്തിക്കാൻ ഒടുവിൽ വൻകിട മദ്യ കമ്പനികൾ കേരളത്തിലേക്ക്. കേരളത്തിൽ വിൽപ്പന നടത്താൻ അനുമതി ആവശ്യപ്പെട്ട മദ്യഭീമൻ ബക്കാഡി എക്സൈസ് വകുപ്പിനെ സമീപിച്ചിട്ടുണ്ട്. ബക്കാഡി ബ്രീസർ, ബക്കാഡി പ്ലസ് തുടങ്ങിയ വീര്യം കുറഞ്ഞ മദ്യ ബ്രാൻഡുകളുടെ വിൽപ്പനയ്ക്കായാണ് അപേക്ഷ. ഇത് രേഖാമൂലം നിയമസഭയിൽ എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് നൽകിയ മറുപടിയാണ്. 2022-2023 വർഷത്തെ മദ്യനയത്തിലെ തിരുത്തലിന്റെ മറപിടിച്ചാണ് മദ്യമൊഴുക്കാൻ ബക്കാഡി എത്തുന്നത്. പിന്നാലെ കൂടുതൽ മദ്യക്കമ്പനികൾ വീര്യം കുറഞ്ഞ മദ്യവുമായി സംസ്ഥാനത്തേക്ക് എത്തുമെന്ന് ഉറപ്പ്. സംസ്ഥാനത്ത് 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ അടങ്ങിയ മദ്യം വിൽപ്പന നടത്താൻ അനുമതി നൽകുന്നതാണ് പുതിയ മദ്യനയം. ഈ മദ്യങ്ങളുടെ നികുതിയിലും മാറ്റം വരുത്താൻ സർക്കാർ നീക്കമുണ്ട്. നികുതി കുറക്കണമെന്നാണ് മദ്യക്കമ്പനികളുടെ ആവശ്യം. റിപ്പോർട്ടർ ആർ റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.